ദ്രോണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS LDC പരീക്ഷകളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഇത് കാണുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മണ്ണുത്തി വെറ്റിനറി കോളേജ് നിലവിൽ വന്നത് എന്ന്. മണ്ണുത്തി വെറ്റിനറി കോളേജ് നിലവിൽ വന്നത് 1955 1955 തൃശ്ശൂർ ആണ്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല നിലവിൽ വന്നത് എന്ന്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല നിലവിൽ വന്നത് എന്ന് 1972 മണ്ണുത്തിയിലാണ്. 1972 മണ്ണുത്തിയിൽ ആണ്. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്. 2004 സെപ്റ്റംബർ 20 എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ ആണ്. 1981 ജൂൺ 19 വിക്ഷേപിച്ചത്. 1981 ജൂൺ 19 റഷ്യയിലെ ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. റഷ്യയിലെ ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അടുത്തത്, MT വാസുദേവൻ നായർ എഴുതിയ നാടകം ഏതാണ്? MT വാസുദേവൻ നായർ എഴുതിയ നാടകം ഏതാണ്? ഗോപുര നടയിൽ. എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന സിനിമയുടെ സാഹിത്യ കൃതി ഏതാണ്? കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ. എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന സിനിമയുടെ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ആധാരമായ സാഹിത്യ കൃതി ഏതാണ്? കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ. ചെറുകഥയ്ക്കുള്ള ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി. ചെറുകഥയ്ക്കുള്ള ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി നാലാൾ നാൽവഴി ആണ്. നാലാൾ നാൽവഴി. ജാപ്പാണം പുകയില എന്ന കൃതി ആരുടേതാണ്? അല്ലെങ്കിൽ ജാപ്പാണം പുകയില എന്ന കൃതി രചിച്ചത് ആരാണ്? കാക്കനാടൻ. 14-ാം ശതകത്തിൽ കേരളം സന്ദർശിച്ച അറബി സഞ്ചാരി. 14-ാം ശതകത്തിൽ കേരളം സന്ദർശിച്ച അറബി സഞ്ചാരി ഇബൻ ബത്തൂത്ത ആണ്. ഇബൻ ബത്തൂത്ത. മാമാങ്കത്തിൽ ചാവേർപ്പടയെ അയച്ചിരുന്ന രാജാവ്. മാമാങ്കത്തിൽ ചാവേർപ്പടയെ അയച്ചിരുന്ന രാജാവ് വള്ളുവ കോനാതിരി ആണ്. വള്ളുവ കോനാതിരി. ആമസോൺ നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ആമസോൺ നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. EMSന്റെ രണ്ടാമത്തെ മന്ത്രിസഭ നിലവിൽ വന്നതെന്ന്. EMSന്റെ രണ്ടാമത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1967. റോക്കീസ് പർവ്വതനിര ഏത് വൻകരയിലാണ്? റോക്കീസ് പർവ്വതനിര ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്ക. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടത് ആരാണ്? കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടത് ആരാണ്? ഡച്ചുകാരെ ആണ് ലന്തക്കാർ എന്ന് അറിയപ്പെട്ടത്. വാഗണർ എന്ന മോഡൽ കാറുകൾ നിർമ്മിക്കുന്ന കമ്പനി. വാഗണർ എന്ന മോഡൽ കാറുകൾ നിർമ്മിക്കുന്ന കമ്പനി മാരുതിയാണ്. ഇന്ത്യയിൽ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്. കേരളത്തിൽ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യയിൽ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്. ഇന്ത്യയിൽ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ആണ്. 1957. ദേശീയ ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ദേശീയ ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? CV രാമൻ. കേരളത്തിൽ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലോട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെ? കൊൽക്കത്തയിൽ ആണ്. കേരളീയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളീയൻ എന്നറിയപ്പെടുന്നത് കടപ്രയത്ത് കുഞ്ഞപ്പൻ നമ്പ്യാർ. കടപ്രയത്ത് കുഞ്ഞപ്പ നമ്പ്യാർ. കേരളീയൻ എന്നറിയപ്പെട്ടത് കടപ്രയത്ത് കുഞ്ഞപ്പ നമ്പ്യാർ ആണ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം.
കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ ആണ്. CK ലക്ഷ്മൺ. വില്ലേജ് പഞ്ചായത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. വില്ലേജ് പഞ്ചായത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 40 ആണ്. അനുച്ഛേദം 40. ആദ്യത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യം നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. വാഴക്കുല എന്ന കവിത രചിച്ചത് ആരാണ്? ചങ്ങമ്പുഴ ആണ്. അക്വ റീജിയ അല്ലെങ്കിൽ രാജദ്രാവകത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടാതെ ഏത് ആസിഡ് കൂടെ അടങ്ങിയിട്ടുണ്ട്? അക്വ റീജിയയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടാതെ ഏത് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്? നൈട്രിക് ആസിഡ്. കേരളത്തിൽ താളമേള വാദ്യ വിഭാഗങ്ങളിൽ കഴിവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ പ്രാവീണ്യം തെളിയിക്കുന്നവർക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? പല്ലാവൂർ പുരസ്കാരമാണ്. പല്ലാവൂർ പുരസ്കാരം. താളമേള വാദ്യങ്ങൾക്ക് പ്രാവീണ്യം നേടിയവർക്ക് കേരളത്തിൽ നൽകുന്ന പുരസ്കാരമാണ് പല്ലാവൂർ പുരസ്കാരം എന്ന് പറയുന്നത്. നന്ദലാൽ ബോസ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ്. മണ്ണുത്തി. വെല്ലസ്ലിയുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം. ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാണ്? N. കൃഷ്ണപിള്ള ആണ്. നിയമസഭാ അംഗങ്ങൾ ഏറ്റവും കുറവ് ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.